അവർ സഞ്ചരിക്കുന്നത് തോക്കുകളും ബോംബുകളും മൈനുകളും കൊണ്ടല്ല. ആ 43 ചെറു കപ്പലുകളിൽ ആഹാരവും വെള്ളവും മരുന്നുമാണ്. ഗാസയിൽ അവശേഷിക്കുന്ന ഇരകളുടെ ജീവൻ നിലനിർത്താനാണ് 44 രാജ്യങ്ങളുടെ പ്രതിനിധികളുമായി ഫ്ലോട്ടില്ല യാത്ര തുടങ്ങിയത്. പക്ഷേ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ കാഴ്ചപ്പാടിൽ ഈ ഫ്ലോട്ടില്ലയും അതിലെ മനുഷ്യരും സഹായവും ഹമാസിന് വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു കപ്പലിനെയും ഗാസയുടെ 7 അയലത്ത് അടുപ്പിക്കില്ല എന്ന നിലപാടിലാണ്. ഏറ്റവും പുതിയ വിവരങ്ങൾ പ്രകാരം ക്ലൈമറ്റ് ആക്ടിവിസ്റ്റ് ഗ്രെറ്റ ട്യൂൻബർഗ് അടക്കം 200-ലധികം ആളുകൾ നിലവിൽ ഇസ്രായേലിൻ്റെ കസ്റ്റഡിയിലാണ്. സ്പെയിൻ, ഇറ്റലി, തുർക്കി, മലേഷ്യ എന്നിവിടങ്ങളിലെ പ്രതിനിധികളും ഇക്കൂട്ടത്തിലുണ്ട്. ഇസ്രായേൽ നേവി സൃഷ്ടിക്കുന്ന തടസ്സങ്ങൾ മറികടന്ന് കഴിയാവുന്നത്ര കപ്പലുകളും ഗാസയിൽ എത്തിക്കുമെന്ന് ഗ്ലോബൽ സുമുദ് ഫ്ലോട്ടില്ല വക്താക്കൾ എക്സിൽ എഴുതി. എന്നാൽ ഇസ്രായേൽ നേവിയെ മറികടന്ന് ഗാസയിലെത്തുക എന്നത് എത്രത്തോളം പ്രാക്ടിക്കലാണെന്നറിയില്ല. ഓഗസ്റ്റ് 31-ന് സ്പെയിനിൽ നിന്നാണ് ഈ ചെറു കപ്പലുകൾ യാത്ര ആരംഭിച്ചത്. ഒപ്പം ഇറ്റലി, സ്പെയിൻ എന്നീ രാജ്യങ്ങളുടെ സുരക്ഷാ കപ്പലുകളും തുർക്കിയുടെ ഡ്രോണുകളും. 3 രാജ്യങ്ങളുടെ സുരക്ഷാ സന്നാഹങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രം സെപ്റ്റംബർ 8-നും 9-നും ഈ കപ്പലുകൾക്ക് നേരെയുണ്ടായ ഡ്രോൺ ആക്രമണങ്ങളെ ഫ്ലോട്ടിലേക്ക് അതിജീവിക്കാനായി. പിന്നീട് 23-ാം തീയതിയും ഇവ ആക്രമിക്കപ്പെട്ടു. ഇതെല്ലാം മറികടന്ന് ഫ്ലോട്ടില്ല ഗാസയുടെ തീരത്ത് നിന്ന് 250 കിലോമീറ്റർ മാത്രം അകലെ നിൽക്കെയാണ് ഇസ്രായേൽ നേവി ഷിപ്പുകൾ ഫ്ലോട്ടില്ലയെ പിടിച്ചടക്കുമെന്ന ഇന്റലിജൻസ് വിവരങ്ങൾ ഇറ്റലിക്ക് ലഭിക്കുന്നത്. ഉടൻ തന്നെ ഫ്ലോട്ടില്ലയ്ക്ക് നൽകിയിരുന്ന പിന്തുണ പിൻവലിക്കുകയാണ് ഇറ്റലി ചെയ്തത്. ഗാസയിൽ കാര്യങ്ങൾ വെടിനിർത്തലിലേക്ക് എത്തിയേക്കുമെന്ന സാഹചര്യത്തിൽ പുതിയൊരു പ്രശ്നം ഉണ്ടാക്കേണ്ടെന്ന നിലപാടിലാണ് ഇറ്റലി. പിന്നാലെ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ നേവൽ കപ്പലുകൾ 13ഓളം ബോട്ടുകളെ വളഞ്ഞ് ജലപീരങ്കി പ്രയോഗിച്ച് ആശയവിനിമയ സംവിധാനങ്ങളെ തകർത്തു. എന്നിട്ട് ബോട്ടുകളും ഗ്രെറ്റ ട്യൂൻബർഗ് അടക്കം 200-ലധികം ആളുകളെയും ബന്ദികളാക്കുകയും ചെയ്തു. സ്വന്തം പൗരരെ ബന്ദികളാക്കിയ ഇസ്രായേലിനെതിരെ തുർക്കിയും സ്പെയിനും ഇറ്റലിയും എന്ത് നടപടിയാകും കൈക്കൊള്ളുക എന്നത് ലോകം ഉറ്റുനോക്കുകയാണ്. നേരിട്ടൊരാക്രമണത്തിന് ഒരു രാജ്യവും മുതിരാൻ സാധ്യതയില്ല. എന്നാൽ ഇസ്രായേലിനെതിരെ അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങൾ ശക്തമാക്കി നിലപാട് മയപ്പെടുത്തിക്കാനാണ് ഈ രാജ്യങ്ങളുടെ നീക്കം. ഇതിനോടകം വലിയ പ്രതിഷേധങ്ങൾ ഇസ്രായേലിനെതിരെ ലോകത്ത് ആരംഭിച്ചിരിക്കുകയാണ്. ഇറ്റലിയിൽ ട്രേഡ് യൂണിയനുകൾ പൊതു പണിമുടക്ക് പ്രഖ്യാപിച്ചു. ബെർലിൻ, ബാഴ്സ, മെക്സിക്കോ, അങ്കാര, ബൊഗോട്ട, ബ്യൂണോസ് എയറീസ്, മാഡ്രിഡ് എന്നിങ്ങനെ പ്രധാന നഗരങ്ങളിൽ പ്രതിഷേധ പ്രകടനങ്ങൾ സംഭവിക്കുകയാണ്. ഈ വിഷയത്തിൽ പ്രതിഷേധിച്ച് ഇസ്രായേൽ നയതന്ത്ര ഉദ്യോഗസ്ഥരെ കൊളംബിയയിൽ നിന്ന് പ്രസിഡന്റ് ഗുസ്താവോ പെട്രോ തിരിച്ചയച്ചു. മലേഷ്യൻ പ്രധാനമന്ത്രിയും അതിരൂക്ഷമായ ഭാഷയിലാണ് ഇസ്രായേലിനെതിരെ പ്രതികരിക്കുന്നത്. ഇത്തരം പ്രതിഷേധങ്ങൾ മതിയാകുമോ ഗാസയിൽ സഹായമെത്തിക്കാൻ എന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. എന്നിരുന്നാലും ഗാസയ്ക്ക് വേണ്ടി ലോകമെമ്പാടും ഉയരുന്ന ശബ്ദങ്ങൾക്ക് ഒച്ച കൂടുന്നുണ്ട്.